Hello guys, if you are here, this video is for you. Hi, I'm JJ. Today we are talking about insecurities. ഇൻസെക്യൂരിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യമാണ് ഈ ഗൈസ് ക്യാൻ സി ഒരെണ്ണം വടക്കോട്ടും ഒരെണ്ണം തെക്കോട്ടുമാണ് ഇരിക്കുന്നത്. സോ എനിക്കുണ്ടായ ഞാൻ ഇൻസിഡൻറ്റ് പറയാം. ഓക്കെ, ഞാനൊരു 4th ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഈ കല്യാണത്തിന് ഈ ഫ്ലവർ ഗേൾസിനെ നിർത്തും. ലൈക്ക് ബ്രൈഡിൻ്റെയും അതുപോലെ തന്നെ ഗ്രൂമിൻ്റെയും അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കുട്ടികളെ നിർത്തും. അപ്പോൾ അതിലൊരാൾ ഞാനായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് എൻ്റെ കസിനായിരുന്നു. അവൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അവൾ നല്ല അടിപൊളി പല്ലാണ്. ഞാൻ കുഞ്ഞിലെ മുതലേ അവളോട് എപ്പോഴും പറയും, വാ ഇതിൻ്റെ പല്ല് എന്ത് രസമാടി എന്നൊക്കെ പറയും. അപ്പോൾ ഏത് ഫോട്ടോ എടുത്താലും അവളുടെ 32 പല്ല് കാണിച്ച് അവൾ ചിരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ പല്ല് കാണിക്കത്തില്ല. അപ്പോൾ ഞാൻ അവിടെ നിൽക്കണു, അവൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കണു. എവിടെ? കല്യാണത്തിൽ ഫ്ലവർ ഗേളായിട്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് അവർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടി നന്നായിട്ട് ചിരിക്കുന്നു, ഞാൻ ഒന്നും ചിരിക്കുന്നില്ല. അപ്പോൾ അവർ ചോദിച്ചു, ഇതെന്താ ആ കുട്ടി ചിരിക്കാത്തെ? അപ്പോൾ എൻ്റെ കസിൻ പറഞ്ഞു, അവൾ ചിരിക്കത്തില്ല, കാര്യം അവൾ പല്ല് കാണിച്ചാൽ ചിരിക്കത്തില്ല. ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞു, അല്ലാതെ കുഴപ്പമില്ല, മോൾ ചിരിക്കാൻ പറഞ്ഞേ. അപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പോൾ അവർ പറയാട്ടോ, ചിരിക്കണ്ട, മറ്റേ ചിരി തന്നെ മതിയെന്ന്. അത് നോക്കിക്കാൻ നമുക്ക് ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്. കാര്യം നമ്മൾ ഇത്രയ്ക്കും മോശമാണോ, അല്ലെങ്കിൽ നമ്മുടെ പല്ല് ഇത്രയ്ക്കും ഒരു വെറുപ്പാണോ എന്നൊക്കെ വരെ നമുക്ക് തോന്നിപ്പോവും. അപ്പം ഞാൻ അങ്ങനത്തെ ഒരുപാട് ട്രോമ. അതുപോലെ തന്നെയാണ് ഈ സ്പെക്സ്. ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ച് തുടങ്ങിയതാണ് ഈ സ്പെക്സ്. അപ്പോൾ സ്പെക്സ് വെക്കുമ്പോൾ എല്ലാവരും കണ്ണുമുട്ടി എന്നുള്ളൊരു ഇമേജ് ഉണ്ട്. ആ സ്പെക്സ് വെച്ച കുട്ടിയില്ല, അവളാണോ ഇവളാണോ ഇത് തന്നെ. അല്ലെങ്കിൽ ഇപ്പോൾ പല്ലിങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിയില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പല്ല് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾക്കറിയാം, ഒരാൾക്കൂട്ടത്തിൽ എല്ലാവരും ഒരു നോർമൽ, അതിലൊരു ഡിഫറെൻ്റ് ആയിട്ട് ഒരാളെ കാണുമ്പോൾ അതെല്ലാവരും നോട്ട് ചെയ്യും. അതങ്ങനെയാണ്. എനിക്ക് സ്കൂളിലും എൻ്റെ അടുത്ത് അങ്ങനെ തന്നെയായിരുന്നു. അത് പ്രത്യേകിച്ച് എന്നെ നോട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ളൊരു ക്യാരക്ടർ വൈസും എല്ലാം ആയിരുന്നു. അപ്പോൾ അത് ഒരു കണക്കിന് നല്ലതാണ്, ഒരു കണക്കിന് ഭയങ്കര പണി കിട്ടും. അത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് 30s അടുത്ത് ആയി എൻ്റെ പ്രായം. ഇത്രയും നാൾ ഞാൻ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഫോട്ടോ എടുക്കുമ്പോഴും ഞാൻ ചിരിക്കത്തില്ല. ഞാനിങ്ങനെ എൻ്റെ എപ്പോഴും ഇത് ക്ലോസ്ഡ് ആയിരിക്കും. വളരെ ചുരുക്കം പേര് 1-2 പേരുള്ളൂ ഇതിന് ചിരിച്ചെന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ലല്ലോ, 2-3 പേരൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അത് കൂടുതൽ ആൾക്കാരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ എനിക്ക് 20s മോഡലിങ് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് ഈ പല്ല് വെച്ചൊന്നും നടന്നാൽ ഞാൻ മോഡലിങ് പോയിട്ട് എനിക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ കുഴപ്പമില്ല, നമ്മുടെ ചുറ്റും ആൾക്കാർ ഇങ്ങനെ അത് പറയാൻ വേണ്ടി നമ്മളെ തന്നെ ഇങ്ങനെ അത് ഉണ്ടാവും. അത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ അതൊരു സ്വഭാവമാണത്. അപ്പോൾ ആരും പെർഫെക്റ്റ് അല്ല, അല്ലേ? ദൈവം എല്ലാവരും സൃഷ്ടിച്ചേക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടാണ്. എല്ലാവരും കുറവുകളും ഉണ്ട്, കുറ്റങ്ങളും കുറവുകളും എല്ലാവരും ഉള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ നമ്മുടെ കുറവുകൾ, ഇതിപ്പോൾ കുറവാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മളെപ്പോൾ ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരുന്നോ അപ്പോഴാണ് നമുക്കൊരു പവർ കിട്ടുക. പോട്ടെ, ഇതൊക്കെ എന്ത് എന്നുള്ളൊരു ചിന്ത. അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. സോ ഇത്രയും നാൾ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര റിഗ്രറ്റാണ്. കാര്യം ഇപ്പോൾ എനിക്ക് 29 വയസ്സാവാറായി. ഇത്രയും നാൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേരെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. 20s, മേർലി 20s, മിഡ് 20s കുട്ടികളൊക്കെ എങ്ങനെയാണ് ഒപ്പണപ്പാണോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുമ്മാ സമയം കളയരുത്. ഈ 20s ഏജൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഫയറുള്ള ഏജാണ്. അത് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ കുറവുകൾ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ഇങ്ങനെ ഒതുങ്ങി പോകരുത്. നിങ്ങൾ വിരിഞ്ഞ് നിൽക്കണം, നിങ്ങൾ ഒതുങ്ങരുത്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു ടൈം ആകുമ്പോണ്ടല്ലോ, നിങ്ങൾ ഭയങ്കര ലൈഫിൽ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തന്നെയായിരിക്കും, വേറെ ആരുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ എന്തോ ആയിക്കോട്ടെ, ഇൻസെക്യൂരിറ്റീസ് എന്തോ ആയിക്കോട്ടെ, അതിൽ നിന്ന് പുറത്തു വരാൻ നോക്കുക. ഓക്കെ, സോ ഇതെനിക്ക് പറയാൻ തോന്നി. സോ യാ, ബൈ.